ഓക്കെ, നീറ്റ് വണ്ടി കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ ഹൈബ്രിഡ് തന്നെ അല്ലേ? ഡീസൽ ഹൈബ്രിഡ്. അതെ അതെ. ഇതിൻ്റെയും ഗുണം എന്ന് പറയുന്നത് 25-ന്റെ ഉള്ളിൽ 20 to 25-ന്റെ ഉള്ളിൽ കൺഫേം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 75,000 രൂപയും കൊണ്ട് പോന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഡീസൽ വണ്ടിയാണ്, ഇപ്പൊ നിലവിൽ കിട്ടാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും കുറെ കാലങ്ങൾക്കിടയിൽ ഇത്രയും വൃത്തിയുള്ള ഒരു പുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അല്ലേ? പുണ്ടോ ഇവോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2019 മോഡലാണ്. 19 ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 32,000 ഓടിയിരിക്കുന്നു. 32,000 സിംഗിൾ ഓണർ. പിന്നെ അതുപോലെ തന്നെ കമ്പനി സർവീസ് ആണ്. ഇൻഷുറൻസ് ന്യൂ ആണ്. സ്റ്റാൻഡേർഡ് വണ്ടിയും കൂടിയാണ്, അതും ഇത് ഡീസലും കൂടിയാണ്. മൈലേജിന്റെ രാജാവ് എന്ന് വേണേൽ പറയാം. ഇത് ഏതൊക്കെ മോഡലൊക്കെ? ഇത് 2016. കുറച്ചധികം നല്ല വണ്ടികൾ, എക്സ്ട്രാ നീറ്റ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് വണ്ടികൾ, അത്രയ്ക്കും ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇന്ന് ഇവിടെ നിങ്ങളെ കാണിക്കുന്ന എല്ലാം തന്നെ. ഒരുവിധം വണ്ടികളെല്ലാം തന്നെ സിംഗിൾ ഓണറാണ്, അതുപോലെ തന്നെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. നിങ്ങൾക്ക് മാക്സിമം ലോണിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കൂടുതലുള്ളത്. പക്ഷേ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ലോ ബഡ്ജറ്റ് വണ്ടികളല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്വാളിറ്റിയുള്ള മോഡൽ കൂടിയ നല്ല വണ്ടികളാകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ലോ ബഡ്ജറ്റിൽ അത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മിഡ് റേഞ്ച് വണ്ടികളെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 5 ലക്ഷം മുതൽ ഒരു 10-12 ലക്ഷം രൂപ റേഞ്ച് വിലയുള്ള വണ്ടികളാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. ഞാൻ എന്നുള്ളത് നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിലാണ് കേട്ടോ. അതായത് എറണാകുളം ജില്ലയിൽ ആലുവ എത്തുന്നതിന് മുമ്പ് കുറച്ച് ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഓസ്കാർ യൂസ്ഡ് കാർസ്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റി ആയിരിക്കും, അതാണ് ഇവിടുത്തെ മെയിൻ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അന്വേഷണം ഇവിടെ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ. മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിൽ ഇന്നെന്തായാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികൾ കാണിച്ചു തരാം. ക്രിസ്മസിന്റെ സ്പെഷ്യൽ കുറെ വണ്ടികൾ കയറി. തീർച്ചയായിട്ടും എല്ലാ വർഷവും ക്രിസ്മസിന് നമുക്ക് അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ക്രിസ്മസ് കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളുടെ കയ്യിൽ നിന്നും പിന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ വരുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളുണ്ടായിരുന്നു. അത് ഡീസൽ വണ്ടികളാണ് കൂടുതലും ഉള്ളത്. എല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ മാലിക്കൊക്കെയാണ്. ഇന്ന് മനുഷ്യരൊക്കെ പുറത്തു പോയി തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എസ് ക്രോസ് എന്ന് പറഞ്ഞു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 ആണ്. ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ് ഓപ്ഷനിലാണ്. ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ഹൈബ്രിഡിന് നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് ഉണ്ട്, ഓൾറെഡി നല്ല മാർക്കറ്റുള്ള വാഹനമാണ്. പിന്നെ മാരുതി സീരീസിലെ ഏറ്റവും നല്ല വണ്ടിയാണെന്ന് പറയാം. നല്ല പിക്കപ്പും മൈലേജും എല്ലാം കൂടി ഒത്തടയ്ക്ക് വരുന്ന വണ്ടി. അതെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു 90% തന്നെ 90%. ഇത് ഡെൽറ്റ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും സീറ്റ് അല്ലെങ്കിൽ ആൽഫന്റെ ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ വരുള്ളൂ അതിന്റെ ഡാഷ്ബോർഡിൽ, അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം. ബാക്കിയെല്ലാം ആൽഫയുടെ സെയിം ആണ്. അതായത് കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും എല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഇന്റീരിയർ CTR ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ബ്രാൻഡഡ് ആണ്, ക്വാളിറ്റി ആണ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. സിംഗിൾ ഓണർ കമ്പനി സർവീസ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 52,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 2012 52,000 ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ലോ കിലോമീറ്റർ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് നോക്കിക്കോളൂ. ഇത് നമുക്ക് എന്താ വില വരുന്നില്ല? ഇതിന്റെ വില ചോദിക്കുന്നത് 950 ആണ്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. 9.5 ലക്ഷം. ഒരു 9.4 ആ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇത് പാർക്ക് ആൻഡ് സെയിൽ വന്നിരിക്കുന്നതാണ്. കസ്റ്റമറാണ്, ഡയറക്റ്റ് കസ്റ്റമർ പാർട്ടിയാണ്. നമുക്ക് സംസാരിച്ചാൽ നടക്കും. ഒരു ഉദ്ദേശമാണ്. അല്ല, ആദ്യം 9.75 പറഞ്ഞിരുന്നത് 9.50 കൊടുത്തോളാൻ പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനും എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആണ്, ചെയ്ത് കൊടുക്കാം. പിന്നെ ലോൺ ഇതിന് ഏറ്റവും നല്ല ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ഒരു 8 ലക്ഷം വരെ ലോൺ തരാം. ഇത് മാർക്കറ്റുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എല്ലാ കമ്പനികളും എല്ലാ ബാങ്കുകളും പ്രിഫറൻസ് കൂടുതൽ കൊടുക്കും. നല്ല ഫണ്ടിങ് കിട്ടുന്ന വണ്ടിയാണ്. അതായത് വാല്യുവേഷനിൽ നല്ലോണം റേറ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള ഡീസൽ വണ്ടി, അത് ഒരു സ്റ്റാൻഡേർഡ് വണ്ടി, ക്ലാസ് വണ്ടി തന്നെ പറയാം. തീർച്ചയായിട്ടും. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തു. നോ ക്ലെയിം നോ ആക്ഷൻ. ഒരു സെഡാൻ വണ്ടി, അതും ഹ്യുണ്ടായിന്റെ വെർണ ഓട്ടോമാറ്റിക് അല്ലേ? CVT അല്ലേ വരിക? CVT. ഇതേതാ മോഡലൊക്കെ? ഇത് 2016 2016 വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ABS എയർ ബാഗ് എല്ലാം ഉള്ളത്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. നല്ല ഫീച്ചേഴ്സ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 61 സംതിങ് ഓടിയിരിക്കുന്നു. അത് ആയ ഒരു നെഗറ്റീവ് വൈസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഓണർ ആണെന്നുള്ളത്. പക്ഷേ
വണ്ടി ക്വാളിറ്റി നോക്കിയാൽ സിംഗിൾ ഓണറായിട്ട് കാണും. കാരണം ഉപയോഗിച്ചാൽ ആരും ഉപയോഗിച്ചാലും അവർ വെൽ മെയിൻറ്റൈൻ ആണ്, വണ്ടി ക്വാളിറ്റിയാണ്. അത് ബോഡി വൈസ് കണ്ടത് ഈ ബമ്പർ സൈഡ് പോലും വലിയ അതെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് തേർഡ് ഓണറാണെങ്കിലും ഒരു സിംഗിൾ യൂസാ ലുക്ക് ലൈക്ക് സിംഗിൾ യൂസ്. അതെ അതെ. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു 12-നുള്ളിൽ മൈലേജ് പ്രതീക്ഷ മതി അല്ലേ? അത്രയും കിട്ടും. ലോങ് ഒക്കെ ഓടുമ്പോൾ ഒരു 14 എല്ലാം കിട്ടും അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 90% ഉണ്ട്. ഇത് നമുക്ക് എന്താ വില? ഇൻഷുറൻസിന് ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് ആയിരിക്കും കൊടുക്കുക. ഇപ്പോൾ നിലവിൽ തീർന്നു, ആ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും അല്ലേ? എത്ര വില വരുന്നത്? ഇത് 6,500 പറയുന്നത്. നമുക്കൊരു 6 രൂപ ആ റേഞ്ചിൽ ചെയ്യാം. ഓക്കെ. എന്തായാലും ഒരു 5-ന്റെ അടുത്ത് 5-ന് മേലെ കിട്ടും. 5-ന് മേലെ കിട്ടും. അപ്പോഴും നമ്മൾ ഏകദേശം ഒരു 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ കൈ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് കാണിക്കുന്നത് എല്ലാം തന്നെ. വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വൃത്തിയുള്ള വണ്ടിയാകുമ്പോൾ അതിനനുസരിച്ച് പൈസ കൊടുക്കണം. അതാണ് മെയിൻ കാരണം. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം നല്ല പവറുള്ള ഒരു ഡീസൽ AMT വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡസ്റ്റർ ആണ് കേട്ടോ. ഡസ്റ്റർ ഏതാ മോഡല്? ഡസ്റ്റർ 2016. 16 1 ടൺ ആണല്ലേ? ഈ 85 ആണ് സാധാരണ ഓട്ടോമാറ്റിക്. വളരെ റയറാണ്. 1 ടണ്ണിൽ റയറാണ് വരുന്നത്. ഡിമാൻഡുള്ള വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? ഇത് 97,000. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല അല്ലേ? സിംഗിൾ ഓണറാണ്. സർവീസ് ആണ് കേട്ടോ വണ്ടി. ഇന്ത്യയിലൊക്കെ അടിപൊളിയാണ്. ബാക്കിൽ എനിക്ക് തോന്നുന്നു അപ്പോളോന്റെ 2 പുതുപുത്തൻ ടയറാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. ഫ്രണ്ടിലും ഏകദേശം ഒരു 90% കാര്യമായ കുറവൊന്നും പറയാനില്ല. അല്ല എല്ലാം ന്യൂ ടയർ തന്നെ പറയാം. ടയറാന്നേ ഉള്ളൂ. പിന്നെ ഇന്റീരിയറും സീറ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഓട്ടോമാറ്റിക്കിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ മൈലേജിൽ നല്ല പവറുള്ള വണ്ടിയാണ്. ഇത് 4 വീലൊന്നും അല്ലല്ലോ? 4 വീലല്ല, അല്ല നോർമൽ ആണ് അല്ലേ? ഇത് ഓണർഷിപ്പ് ഒക്കെ ഏതാ? സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണല്ലോ? ഒന്നും ഇല്ല ഉറപ്പല്ലേ? ചെറിയ ടച്ചപ്പെങ്കിലും ചെറിയ ടച്ചപ്പ് ഉണ്ടാവും. എന്തായാലും അറിയാത്ത രീതിയിൽ മാത്രമേ കാണുള്ളൂ. അതെ അതെ. മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ടച്ചപ്പ് ചെറിയ ടച്ചപ്പ് അല്ല, ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഉണ്ടാവും. അത് ഇതിലും കാണാം. പക്ഷെ നമ്മളായിട്ട് ഒന്നും ചെയ്യില്ല. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അതെ അതെ. പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് എത്രയൊക്കെ വില വരുന്നത്? ഇതിന്റെ ഇത് ചോദിക്കുന്ന 6,75. 6,75,000. 2016 വണ്ടിയാണ്. നമുക്ക് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ് തീർച്ചയായും. ഇതും ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഇറക്കാം അല്ലേ? പിന്നെ ഇറക്കാം. ചിലപ്പോൾ നല്ല ട്രാക്കുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം കിട്ടും. 1 ലക്ഷം രൂപയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് ഏറ്റവും കൂടിയ ഡൗൺ പേയ്മെന്റ് ആണ് പറയുന്നത്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണ്. നിങ്ങൾക്ക് കൂടുതൽ ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 20,000 രൂപയ്ക്ക് വരെ ഇത് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയേക്കും. അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും 1 ടണ്ണിൽ ഓട്ടോമാറ്റിക് AMT വരുന്ന ഒരു ഡീസൽ വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ശരിക്കും കുറേ കാലങ്ങൾക്കിടയിൽ ഇത്രയും വൃത്തിയുള്ള ഒരു പുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അല്ലേ? പുണ്ടോ ഇവോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഏതൊക്കെയാ മോഡല്? 2015 മോഡൽ. ഇത് പെട്രോൾ ആണെന്ന് തോന്നുന്നു. പെട്രോൾ ആണ്. അതുകൊണ്ടാണ് അത്രയും കുറഞ്ഞ കിലോമീറ്റർ കുറവാണ്. 49,000 അത്രേ ഉള്ളൂ അല്ലേ? ഇതിനെ പറ്റി അറിയാലോ സാറേ. അതായത് ഫിയറ്റിന്റെ പുണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ വണ്ടിയാണ്. അതെ അതെ അതെ. ഹെവിയാണ് എഞ്ചിനും എല്ലാം. അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ബോഡീനെ വല്ലാൻ ഇപ്പൊ വേറെ ഒരു വണ്ടി ഉണ്ടാവില്ല. ബോഡി AC ഒക്കെ ചില്ലായിരിക്കും. ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ചില്ലാവും. വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് പെട്രോൾ ആയതുകൊണ്ട് നിങ്ങളൊരു 13, 14, 15 ആ ഒരു റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷ. പിന്നെ വേറൊരു ഗുണം, കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല. വളരെയധികം കംപ്ലൈൻറ്റ് കുറഞ്ഞൊരു വണ്ടിയായിരിക്കും. പിന്നെ ഇതിന്റെ ഡീസലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിൻ വരുന്ന ഓട്ടോജെറ്റ് എഞ്ചിൻ. ഇതല്ല. ഇത് ശരിക്കും വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ. ഇത് അലോയ് വീൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ടയർ ഭാഗങ്ങളൊക്കെ 100% തന്നെ പറയാം. ഇതിന് നമുക്ക് എത്ര വില വരുന്നേക്കാ? ഇത് ഒരു 2,900 ആസ്കിങ്. ഒരു നെഗോഷ്യബിൾ ആണ്. ഒരുപാട് ഇതുണ്ടാവില്ല, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് ധൈര്യമായിട്ട് എടുത്തോ. ഇതിപ്പോൾ കമ്പനി നിർത്തി പോയി ഇതിന്റെ പാർട്സ് ഒന്നും മാറ്റേണ്ട ഒരു ആവശ്യം വരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ലോ കിലോമീറ്റർ ആണ്, ജെനുവിൻ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ ആണ്. അപ്പോൾ എന്തായാലും ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാണ് കേട്ടോ. പിന്നെ കംപ്ലൈൻറ്റ്സ് ഒട്ടും തന്നെ ഉണ്ടാവില്ല, അതാണ് പറയേണ്ടത്. നല്ല വ്യക്തികൾ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ്സ് പൊതുവെ കുറവായിരിക്കും. അതെ അതെ. പിന്നെ ഹൈവേയിലൊക്കെ ഒരു 15-16 മൈലേജും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല നീറ്റ് വണ്ടി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡെൽറ്റ ഓപ്ഷനിലുള്ള ഒരു എസ്ക്രോസ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഇത് എസ്ക്രോസ് തന്നെ ഏതൊക്കെ മോഡലൊക്കെ? 2018 തന്നെ. സീറ്റ് ആണ് അല്ലേ?
സീറ്റാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നേരത്തെ കണ്ടതിൽ പറഞ്ഞ എല്ലാവിധ സാധനങ്ങളും ഇതിലുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ്, സകല സാധനങ്ങളും അല്ലേ. കിലോമീറ്ററിൽ മാത്രം ചെറിയ വ്യത്യാസം. 65,000 ഓടിക്കുന്നു. കിലോമീറ്റർ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. 65 എന്ന് പറഞ്ഞാൽ അതും 65 എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനുള്ള വേരിയേഷൻ മാത്രമേ. അതെ അതെ. ഇതിന്റെയും ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 95% തന്നെ ഉണ്ട്. അലോയ് വീൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്റീരിയർ കമ്പനി വന്ന സീറ്റാണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട് അല്ലേ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. സിംഗിൾ ഓണർ. ഓക്കെ, നീറ്റ് വണ്ടി കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ ഹൈബ്രിഡ് തന്നെ അല്ലേ. അതെ അതെ. ഇതിന്റെയും ഗുണം എന്ന് പറയുന്നത് 25-ന്റെ ഉള്ളിൽ 20 to 25-ന്റെ ഉള്ളിൽ കൺഫേം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയും കൂടിയാണ്. സീറ്റ് കവർ വേണമെങ്കിൽ ഒന്ന് ചെയ്താൽ ഒന്നുകൂടി വൃത്തിയാവും. ഇതിപ്പോ നമുക്ക് എത്രയൊക്കെ വില വയ്ക്കുന്നത്? ഇത് 9,10 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. കുറയും. ഇത് പറഞ്ഞ പോലെ 8 ലക്ഷം രൂപ എന്തായാലും ലോൺ കയറില്ലേ? 1 ലക്ഷം രൂപേന്റെ ഉള്ളിൽ കണ്ടാൽ അല്ലേ? 1 ലക്ഷം രൂപേന്റെ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 ആണ്. ഓക്കെ, ലാസ്റ്റ് വന്ന ഷേപ്പുകളിൽ ഒന്നാണ് ഇത്. ഓട്ടോ ഒക്കെ എത്രയാ? ഓട്ടോ ഇരിക്കുന്നത് 95. അതൊക്കെ ജെനുവിൻ ആണോ? ഹിസ്റ്ററി കിട്ടും. അതുപോലെ തന്നെ ഈ മാരുതിയെ സംബന്ധിച്ചിട്ട് 95 ഒന്നുമല്ല. മെയിൻ്റനൻസ് കുറവാണ്. വേറെ അപാകതകളോ ഒന്നുമില്ല അല്ലേ? ഈ 95-ന്റെ ഒറിജിനൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹിസ്റ്ററി കിട്ടും. പിന്നെ ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ച വണ്ടികൾക്ക് എല്ലാത്തിനും ഒരു 90% ടയർ ഉണ്ടല്ലേ. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് VDI ആണോ? ഓപ്ഷൻ വണ്ടിയാണ്. സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരും. ഇന്റീരിയർ മോശമൊന്നുമില്ല. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വന്ന സാധനങ്ങളാണ്, ഒന്നും മാറിയിട്ടില്ല. ഇത് നമുക്ക് എത്ര വില വരിക? ഇത് ചോദിക്കുന്നത് 4,75,000 രൂപ. അത് കുറയാനുണ്ടാവുമല്ലോ, ചെയ്ത് കൊടുക്കാം അല്ലേ? എന്തായാലും ഒരു 4 ലക്ഷം രൂപ ലോൺ കയറില്ലേ? 4 ലക്ഷം രൂപ ലോൺ കയറാം. നല്ല ട്രാക്കുള്ള ആൾക്കാർക്ക് 4 ലക്ഷത്തിന് മേലെ കയറും. എങ്കിലും നിങ്ങളൊരു മിനിമം 4 ലക്ഷം രൂപ കൺഫേം ആയിട്ട് കണ്ടോളൂ. 75,000 രൂപയും കൊണ്ട് ഇങ്ങനെ പോന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഡീസൽ വണ്ടിയാണ്. ഇപ്പം നിലവിൽ കിട്ടാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പെട്രോൾ ഓപ്ഷനിലുള്ള പുതിയ ഷേപ്പിലുള്ള ഒരു ഡിസയർ കാണിച്ചു തരാം. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2019 ആണ്. പുതിയ മോഡൽ വണ്ടിയാണ്. പിന്നെ ഡിസയർ, അതായത് ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാണ്. ഇതിന്റെയും ടയർ ഏകദേശം 90% ഉണ്ട്. പിന്നെ ഇത് ZX ആണോ? ZX അല്ലേ? ZX പ്ലസ് ആയിരിക്കും അപ്പോൾ. അതെ, ഓട്ടോമാറ്റിക്. അതെ അതെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? AMT വരുന്ന വണ്ടിയാണ്. അതും പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ കീലെസ് എൻട്രിയും, ബട്ടൺ സ്റ്റാർട്ടും വരും, അലോയ് വീൽസ് വരും. എല്ലാവിധ സാധനങ്ങളും കമ്പനി ഫിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓട്ടം പറഞ്ഞില്ലല്ലോ. 59,000. ജെനുവിൻ ആണല്ലോ. ഓക്കെ, സിംഗിൾ ഓണർ. പിന്നെ ഇന്റീരിയർ നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കുന്നവർ മാത്രം ഇങ്ങ് വന്നാൽ മതി അല്ലേ? നല്ല വണ്ടികൾ. പിന്നെ ലോ ബഡ്ജറ്റിൽ അതാണ് മുഖമുദ്ര. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇവിടെ വന്ന് എപ്പോൾ വന്നാലും അത്രയും വൃത്തിയുള്ള നല്ല വണ്ടികൾ മാത്രമേ ഞാനിവിടെ കാണാറുള്ളൂ. അതേ നിങ്ങളെ കാണിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമുക്ക് എത്രയൊക്കെ വില വരുന്നത്? ഇത് 7,400 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. 7,25,000 രൂപ. കുറയാനുണ്ടോ? നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും 19 മോഡൽ ഓട്ടോമാറ്റിക് ആണെന്ന് ആലോചിക്കണം. ഏകദേശം ഒരു 5 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 7,25,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്കൊരു 6.5 കിലോമീറ്റർ എന്തെങ്കിലും അത് നമുക്ക് ചോദിക്കാം, സംസാരിച്ച് ഒരു ഫൈനലായിട്ട് എന്തെങ്കിലും കുറച്ച് കുറക്കാം. അല്ല, ലോൺ കിട്ടും. ലോൺ 6 വരെ കിട്ടും. 6 വരെ കിട്ടും അല്ലേ? അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ കൊണ്ടാൽ ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ കാണിച്ച ഒരുവിധം വണ്ടികളെല്ലാം നിങ്ങൾ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ എന്നാൽ ഇത് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ശരിക്കും ന്യൂ ഷേപ്പിൽ വന്നൊരു ഇൻഡിക്ക കാണിച്ചാൽ, അതായത് ഇൻഡിക്കേന്റെ അവസാന വണ്ടികളിലൊന്നാണ് വിസ്റ്റയാണ്. കോട്ടറാജറ്റ് എഞ്ചിൻ, ഡീസലാണല്ലേ? ഇത് ഏതൊക്കെ മോഡലൊക്കെ? സിംഗിൾ ഓണറാണ്. 2012 മോഡലാണ്. പക്ഷെ കണ്ടാൽ തോന്നില്ല. കണ്ടാൽ 2018 ആ ലുക്ക് ഉണ്ട് അല്ലേ? അതായത് ഒരു സിംഗിൾ മാൻ യൂസ്. ഓണർ മാത്രമല്ല, യൂസേജും സിംഗിൾ ആണ്. ഒരാളിന് ഉപയോഗിച്ച കമ്പനി സർവീസ് ആണ്. വെൽ മെയിൻറ്റഡ് ആണ്. നല്ല നീറ്റാണ്. 4 ടയർ ബ്രാൻഡ് ന്യൂ. യോക്കോമോന്റെ പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പിന്നെ ഓട്ടം എത്രയാണ്? ഓട്ടം ഓടിയിരിക്കുന്നു 1.65. അത് കണ്ടാൽ തോന്നില്ല. അതാ ഞാൻ പറയുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരാൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 1,65,000 കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കിട്ടും. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഒന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല. അടിപൊളി. 2012 വണ്ടി ഇത്രയും വൃത്തിയുള്ള വണ്ടിയൊക്കെ വളരെ വളരെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ. ഇന്റീരിയറൊക്കെ നോക്കിയാൽ എന്നാ ക്ലീൻ ആണ്. ഇത് നമുക്ക് എത്രയൊക്കെ വില വരുന്നത്? ഇത് 1.65 ആസ്കിംഗ് പ്രൈസ്. 1,65,000 രൂപ കുറയുമല്ലോ അല്ലേ? ഓക്കെ. ഇതിനകത്തിപ്പോൾ പറയേണ്ടതായിട്ടുള്ളത് കിലോമീറ്റർ ഒരു 1,65,000 ഓടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു പ്രശ്നമില്ല. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പുത്തൻ ടയറാണ്. അപ്പോൾ എടുക്കുന്നവരൊന്നും ചെയ്യണ്ട ഇനിയിപ്പോൾ നിലവിൽ. പിന്നെ ചെക്ക് ചെയ്തോളുക വണ്ടീൻ്റെ എഞ്ചിൻ കണ്ടീഷനൊക്കെ. ഡീസൽ വണ്ടിയാണ്, എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തെടുത്തോളുക.
1,65,000 നെഗോഷ്യബിൾ ആവും. നെഗോഷ്യബിൾ ആണ്. ലോണ് കയറും. ലോണ് കയറാം. 1 ലക്ഷം ഒക്കെ കിട്ടും. മോഡൽ ഉണ്ടല്ലോ. അതെ, എന്തായാലും ഏകദേശം 1 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ലോണും കിട്ടും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയും കൂടിയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ജാസ് എന്ന് പറയുന്ന ഒരു വണ്ടി, ഇത് കോമ്പാക്ട് SUV എന്ന് പറയണോ എന്ത് പറയണമെന്ന് അറിയില്ല, ക്രോസ് ഓവർ SUV എന്ത് വേണേലും പറയാം കേട്ടോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് വണ്ടിയും കൂടിയാണ്. അതും ഇത് ഡീസലും കൂടിയാണ്. മൈലേജിന്റെ രാജാവ് എന്ന് വേണേൽ പറയാം. ഇത് ഏതൊക്കെ മോഡലൊക്കെ? ഇത് 2016 എസ് വേരിയന്റ് ആണ്. എസിൽ ഓപ്ഷനിൽ വരണം. അപ്പൊ മിഡിൽ ഓപ്ഷൻ തന്നെ പറയാം. മിഡിൽ ഓപ്ഷൻ തന്നെ. ഇതിൽ സാധാരണ നോർമലി അലോയില് നോർമൽ ഡിസ്കാ വരുന്നത്. ഇത് അലോയിലാണ്. അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കീലസ് എൻട്രി പട്ടച്ചാട്ടൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതിന്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡീസൽ ആണെന്നുള്ളതാണ്. ഡീസലാണ്. ഒരു 20-22 മൈലേജ് വരുമല്ലോ. 20-25 നടക്കണം. അല്ല, ഞാൻ കുറച്ച് പറയുന്നുള്ളൂ. കൊണ്ടുപോകുന്ന ആൾക്ക് ഒരിക്കലും നമ്മൾ പറയുന്നതിൽ കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കൂടിക്കോട്ടെ. ഇപ്പൊ ലോങ് ഒക്കെ പോകുമ്പോൾ എന്തായാലും 24-25 കിട്ടാം. എന്തായാലും കിട്ടും. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് സോറി, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ഗ്ലാസ് അല്ല, ചെറിയ ഇത് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ടാവും. എത്ര ഓട്ടം എത്രയാ? കിലോമീറ്റർ 1.16. 1,16,000. വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല അല്ലേ? 16 വണ്ടിയല്ല. പിന്നെ മൈലേജുള്ള ഡീസൽ വണ്ടി എന്തായാലും ഓടിക്കും. ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു 75-80% ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോയാൽ ഒരു പണിയെടുക്കണ്ട. ഇന്ത്യയിലും നല്ല നീറ്റാണ്. നമുക്കിനി അറിയേണ്ട വിലയാണ്. വില ഇത് നമ്മൾ ചോദിക്കുന്നത് 5,65,000. 5,65,000 രൂപ. അത് നെഗോഷ്യബിൾ ആയിക്കോട്ടെ. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 5,65,000 രൂപയ്ക്ക് 2016 മോഡൽ നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിങ്ങനെയുള്ള വണ്ടികൾ നോക്കുന്നവർ മാത്രം വന്നാൽ മതി. റേറ്റ് ഒക്കെ മാക്സിമം കുറച്ച് വരും. എന്തായാലും ഒരു 4.5 ലോൺ കയറില്ലേ? കൺഫേം ആയിട്ട്. തീർച്ചയായിട്ടും. ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 70,000 രൂപയൊക്കെ കൈ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല വണ്ടികളൊന്നാണ് കേട്ടോ. എല്ലാവിധ ഓപ്ഷൻസും വരുന്ന മാരുതിയുടെ ഒരു കൊച്ചു വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി. ഇഗ്നിസ് ആണ്. ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2017 സീറ്റ. 17 സീറ്റയാണ്. സീറ്റ ആൽഫയും തമ്മിൽ വലിയ വ്യത്യാസം. ഇതിലും കീല സെൻട്രയും പട്ടച്ചാട്ട് എല്ലാ സാധനങ്ങളും വരും. അലോയ് വീൽസ് വരും. പെട്രോൾ ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയുണ്ട്? ഓട്ടം കിലോമീറ്റർ ആണ് 79,000 ഓടിയുന്നു. 79. ഓക്കെ, 17 അത്യാവശ്യം ഓടി. നോർമൽ ഓട്ടം. ഇത് എത്ര വേണം ഓടിക്കാൻ അറിയാലോ. ഇതിന്റെ എഞ്ചിൻ ലൈഫ് ഒക്കെ കൂടുതലുള്ളതാണ്. പൊതുവെ മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടിയാണ്. മാരുതിയിൽ ലോ മെയിൻ്റെനൻസ് ഉള്ള പെട്ടിപ്പെടുത്ത വാഹനമാണ്. അതേപോലെ ഇത് AMT അല്ലേ വരുന്നത്? അതെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാവിധ സാധനങ്ങളും വരും. എല്ലാം ഉണ്ട്. ഇത് നമുക്ക് എത്ര വില വരുന്നത്? ഇതിന്റെ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ ആസ്കിംഗ് പ്രൈസ് 5,75,000 ആണ്. 5,70,000 രൂപ. നെഗോഷ്യബിൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഏതോ ഡോക്ടർ ഓൺഡ് വണ്ടി. ഡോക്ടർ ഓൺഡ് വണ്ടിയാണ് ഇത്. സ്റ്റിക്കർ ഉണ്ട്. കാരണം ഇത് ഓണർഷിപ്പ് 3 സർ. പക്ഷേ യഥാർത്ഥത്തിൽ 2 ഓണറേ ഉള്ളൂ. കാരണം ഒരു വീട്ടിൽ തന്നെ മാറിയതാണ്. കാരണം അവര് എബ്രോഡ് പോകാൻ നേരത്ത് അടുത്ത ആളുടെ പേരിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ യൂസ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഓണറാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി DRലും കാര്യങ്ങളൊക്കെ വരും. ഒരു അപാകത ഇല്ലല്ലോ? ഓക്കെ, ടയർ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 90% ഒക്കെ ഉണ്ട്. എന്താ വില പറഞ്ഞ? 5,75,000 നെഗോഷ്യബിൾ. എത്ര ലോൺ കയറുക? ലോൺ 5 വരെ കയറാം. 5 വരെ കയറാം. കാരണം ഇതിന് മാർക്കറ്റ് ഉണ്ട്. 2017 5,75,000 കൂടുതലൊന്നുമില്ല. ഓട്ടോമാറ്റിക്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ചിലപ്പോൾ 1 രൂപ പോലും കൊടുക്കാണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ലോണൊക്കെ കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നമ്മളത് ഉറപ്പ് പറയില്ല, ചെക്ക് ചെയ്തോളൂ. നല്ല കിടിലനൊരു ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഷോറൂമിൽ പോയിട്ടൊരു പുതിയ വണ്ടി നോക്കുന്നത് എങ്ങനെയാണോ അതേ കണ്ടീഷനിലുള്ള ഒരു XUV അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡലാണ്. 18. ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ W11. ഇത് ഇറങ്ങിയത് ഏറ്റവും കൂടിയ വണ്ടിയാണ്. അതെ, ഇറങ്ങിയ സമയത്ത് 23 ലക്ഷം വില ഉണ്ടായിരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ 4 ടയർ പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. സർവീസ് എല്ലാം കമ്പനി സർവീസാണ്. നിലവിൽ 50 സർവീസ് കഴിഞ്ഞതാണ്. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ന്യൂ ആണ്. സിംഗിൾ ഓണർ. എനിക്കറിയാവുന്ന ഒരു വ്യക്തി കൂടാണ് ഇതിന്റെ ഓണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങളും വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ ഇത് ശരിക്കും ഇപ്പൊ എത്ര ഓട്ടം എത്രയാണ്? ഇത് ഓടിയിരിക്കുന്നത് 54 ഡീസൽ വണ്ടിയാണ്. 54,000 കിലോമീറ്റർ ഓടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലാണ് വരിക. 6 എയർ ബാഗ് വരുന്ന വണ്ടി. എന്താ പറയാ, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അത്രയും സംഭവങ്ങളുണ്ട്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും. മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റിയും ഇതിലൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും യാത്രാ സുഖമുള്ള വണ്ടിയാണ്. മെയിൻ്റനൻസ് പോലെ തന്നെ അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പനി അല്ലാണ്ട് വേറെ കയറ്റിയിട്ടില്ല. എന്തായാലും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വണ്ടി. ഇതെന്താ വില വരുന്നത്? ഇത് നമ്മളെ 14,50,000 എൻ്റെ ആസ്കിംഗ് പ്രൈസ്. 14.5 ലക്ഷം രൂപ അല്ലേ?
14,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 മോഡൽ W11 ഏറ്റവും ഫുൾ ലോഡ് XUV 500 എടുക്കാം, അതും ന്യൂ ഷേപ്പ് വണ്ടി കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതൊക്കെ അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ല, കിട്ടുമ്പോൾ വാങ്ങിക്കോളൂ. 12 രൂപ എന്താ ലോൺ കയറില്ലേ? 12 രൂപ ഏറ്റവും കുറഞ്ഞത്. ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾ 2 ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ കയ്യിൽ കാണണം, എന്നിട്ട് വന്നിട്ടൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ശരിക്കും ഒരു വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഇഷ്ട വാഹനം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണല്ലേ ജീപ്പ് കോമ്പസ്. തീർച്ചയായിട്ടും. അതായത് വെടിച്ചില് സാധനമാണ്. ഇത് ഡീസൽ പോകുമ്പോൾ അതിനൊരു ഗാംഭീര്യമുണ്ട് യാത്രയിൽ. ആരും ഓടിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ടബിൾ. മാത്രമല്ല അതൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ള ഇത് ശരിക്കും ഇപ്പോൾ ഇത് പോകുമ്പോൾ ഈ പേര് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി റേഞ്ചർ ഓവറിലൊക്കെ പോകില്ലേ, ആ ഒരു ഫീലാണ്. നമ്മൾ ലോങ് കാണുമ്പോൾ റേഞ്ച് ഓവർ പോകുന്ന ഒരു ഫീലാണുള്ളത്. ഡീസൽ വേരിയന്റ് 2017 മോഡൽ 17 ലോങ് ഇൻക്ലൂഡ് എന്നുള്ള വേരിയന്റ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് ശരിക്കും എത്ര ഓടിയിട്ടുള്ളത്? 45,000 ഓടിയിരിക്കുന്നത്. ഇതും പറഞ്ഞ പോലെ തന്നെ വെൽ മെയിൻറ്റൈൻ വണ്ടിയാണ്. എനിക്കറിയാവുന്ന ഓണറാണ്. വളരെ നന്നായിട്ട് സൂക്ഷ്മത പാലിച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഓണർ നമ്മളറിയുന്ന ആളാണ്. ഒന്നുമില്ല. നീറ്റ് വണ്ടി. ആണ് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു ബ്രാൻഡ് ന്യൂ ലുക്കില് കിട്ടും. 49,000 ഓടിയ ടയറാണ് കിടക്കുന്നത്. 49 കമ്പനി ടയറല്ലേ? കമ്പനി ടയർ. അത് അധികം ഇനി ഓടൂല. പിന്നെ അത് എന്നാലും ഇതിന്റെയൊക്കെ ടയർ ശരിക്കും 60 രൂപ ഓടാം. അത് നമ്മുടെ അലൈൻമെന്റ് ഒക്കെ സൂക്ഷ്മത വലിച്ചു കഴിഞ്ഞാൽ 60 രൂപ സാധനം ഓടും. ഏകദേശം നിങ്ങൾ ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇത് മാറേണ്ടി വരും. അങ്ങനെ കണക്ക് കൂട്ടിക്കോ. എന്താ വില വരുന്നത്? ഇതിന്റെ വില ചോദിക്കുന്നത് നമ്മുടെ 13,50 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. 13.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. സൺറൂഫ് വരാത്ത മോഡലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. എന്തായാലും ഒരു 12 ലക്ഷം ഒക്കെ കിട്ടൂലേ? 12 ലക്ഷം നെഗോഷ്യബിൾ ആണ്. നമ്മൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കൊണ്ട് പോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് കൊണ്ടുപോകാം. ശരിക്കും മഹീന്ദ്ര സീരീസിലെ ഒരു കോമ്പാക്ട് SUV-യിലെ കിഡിലൻ സാധനം അല്ലേ? കിഡിലൻ എന്ന് പറഞ്ഞാൽ കളറും അതിന്റെ ഉപയോഗവും ക്വാളിറ്റിയും മൈലേജും എല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും അടിപൊളി വണ്ടിയാണ്. ഇത് XUV 300 ആണ് കേട്ടോ. അതായത് നമ്മുടെ 500 അനിയൻ. ആ ഒരു ക്വാളിറ്റി ഇതിന്. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2019 മോഡലാണ്. 19 എത്ര ഓടിയുണ്ട്? 32,000 ഓടിയിരിക്കുന്നു. സിംഗിൾ ഓണർ. പിന്നെ അതുപോലെ തന്നെ കമ്പനി സർവീസ് ആണ്. ഇൻഷുറൻസ് ന്യൂ ആണ്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അയാൾ അതേമാതിരി സൂക്ഷ്മത പാലിക്കുന്ന എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണത്. ഞാൻ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഓണർ. വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരാണ്. വേരിയന്റ് W8. ഫുൾ ഓപ്ഷൻ തന്നെ. W8 ആണ് അന്ന് ഇറങ്ങുന്നതിലുള്ള. ഇതിന്റെ നല്ല മൈലേജ് ഒരു അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ സീറ്റുകളൊക്കെ മാറി ചെയ്തിട്ട് നല്ല ബ്രാൻഡാണ്, ക്വാളിറ്റിയാണ്. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വണ്ടി. ഒന്നുമില്ല, ഇതിലൊന്നും പറയാനില്ല. ടച്ചിങ് ഇല്ലാതെ തന്നെ പറയാം. നമ്മൾ വരുമ്പോ ഈ കണ്ടീഷനിൽ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അതെ. ഇതിന്റെ വില ചോദിക്കുന്നത് നമ്മള് 10-25 ആസ്കിങ്. പക്ഷെ നമുക്ക് കുറച്ച് കൊടുക്കാം. 15 16 മുകളിൽ വരും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഏകദേശം നിങ്ങൾക്ക് ഒരു 6-6.5 ലക്ഷം രൂപ ഡിപ്രീസിയേഷനിൽ 10,25,000 കുറയുമല്ലോ അല്ലേ? നല്ല രീതിക്ക് തന്നെ കുറച്ച് 10 താഴെ കിട്ടും. 10 താഴെ കിട്ടൂട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ളൊരു വണ്ടി, ഡീസൽ വണ്ടി, നല്ല കോമ്പാക്റ്റബിളി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഗംഭീര വണ്ടി Audi A6 ആണ്. എയർ സസ്പെൻഷൻ വരുന്നതാണ് കേട്ടോ. അതായത് ഇത് നമുക്ക് ലോവർ ചെയ്യാനും ഹൈറ്റ് കൂട്ടാനും പറ്റും. എയർ സസ്പെൻഷൻ്റെ ഒരു കംഫർട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് ഏതൊക്കെ മോഡല്? ഇത് 2011 മോഡലാണ്. 2012 3-ാം മാസമാണ് രജിസ്ട്രേഷൻ. പർച്ചേസ് 2012 3-ാം മാസം മാർച്ചാണ്. മോഡൽ ഇയർ മാനുഫാക്ചറിങ് 2011 മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നോ, ഇത് ന്യൂ ഷേപ്പാണ്. അതായത് 2011 ലാസ്റ്റ് മോഡലാണ് ന്യൂ ഷേപ്പ് ആവുന്നത്. അതിൽ ന്യൂ ഷേപ്പാണ്. അതായത് ഇത് 2011 ആണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് നീറ്റാണ്. ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ബിസിനസ്സുകാരനാണ്. ഇതിന്റെ വാഹനങ്ങളിലൊന്ന് വെൽമെയിനാണ്. നന്നായിട്ട് സർവീസും കാര്യങ്ങളെല്ലാം നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് 82,000. 82,000. അത് ജെന്യൂൻ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉള്ളതാണ്. അതെ അല്ലേ? പിന്നെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ്. ഇപ്പൊ കണ്ട ഇപ്പൊ വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്തപ്പോൾ ലേശം ഒന്ന് പൊന്തു. ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള നല്ല ഗംഭീര എന്താ പറയാ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ 2011 തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കീലസ് എൻട്രിയും ബട്ടൺ ഷാട്ടും എല്ലാ സാധനങ്ങളും ഫുൾ ഓപ്ഷൻ ഉണ്ട്. A6 അറിയാലോ എല്ലാം. ഓൾമോസ്റ്റ് യാത്ര ഒരു
ഒരു യാത്ര തന്നെയാണ് ഒരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുള്ള ഒരു ഫീൽ അത്ര ഭയങ്കര വീൽ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്, ഭയങ്കര കംഫർട്ടാണ് ഇത് ഓടിക്കാനൊക്കെ. ഡീസലാണല്ലോ അല്ലേ? ഡീസലാണ്. ഇതിപ്പോ എത്ര നമ്മൾ വില ചോദിക്കുന്നത്? ഇതിവിടെ നമ്മൾ ചോദിക്കുന്നത് 14,50,000. 14,50,000 രൂപയാണ് ചോദിക്കുന്നത്. ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 70 ലക്ഷത്തിന് വിലയുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഇപ്പോഴും ഒരു ബ്രാൻഡ് ന്യൂ ലുക്ക് തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമ്പർ മാറ്റി വെച്ചാൽ പുതിയതായിക്കോളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ. സർവീസ് കമ്പനിയാണ്, അത്യാവശ്യം ടയർ കണ്ടീഷൻ ഉണ്ട്, ഇൻഷുറൻസ് എല്ലാം. നമ്മൾ പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ് കേട്ടോ. 9 ലക്ഷം IDV ഉണ്ട്. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ, സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ എമൗണ്ട് ഫുൾ ലോൺ കിട്ടും, ഒരു പൈസയും വേണ്ട. അതിന്റെ ഡിപ്പെൻഡ് കസ്റ്റമറുടെ സിവിൽ മറ്റേ ട്രാക്കും നോക്കിയാണ്. നല്ല ട്രാക്കുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കയ്യിൽ ഒരു രൂപ കൊണ്ടുവരണ്ട, ഇത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അതായത് ഈ മോഡലിൽ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയൊന്നും വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിൽ ഞാൻ ഇത്രയും സമയം കാണിച്ച വണ്ടികളുടെ ഏതെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നമ്പറുകൾ, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലേ? നമുക്ക് കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗ് ആവശ്യപ്പെട്ടെങ്കിൽ അവർക്ക് കാറ്റലോഗ് അയച്ചു നമുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എല്ലാവരും കയറി നോക്കാം, വെറുതെ നിങ്ങൾ വിളിച്ചു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളി കുറേ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ പോലെ വന്ന് നോക്കിക്കോളൂ. നല്ല ക്വാളിറ്റിയുള്ള നല്ല കിടിലൻ വണ്ടികൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.